എല്ലാവർക്കും നമ്മുടെ ക്രൗഡ്ലൈൻ്റെ വേറെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ എരൂരാണുള്ളത്. മറ്റേ ഇന്നലത്തെ ഞാൻ ഹോം തിയേറ്ററിൻ്റെ വീട് ഇട്ടിട്ടുണ്ട്. ആ സെയിം വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ടൂറ് പോവുകയാണ്. നമ്മുടെ ഫാമിലി ഫുള്ളുണ്ട്. അതായത് നമ്മൾ പോണ ഇതൊരു മുണ്ടക്കൈ കയറിയൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇപ്പോൾ വടക്കേക്കോട്ടയായിട്ടുള്ളൂ. നമ്മൾ ടൂർ പോണത് കുട്ടിക്കാനത്തേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം 3.5-4 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു ഉച്ചക്ക് 1:30 ആവും അവിടെ എത്താനായിട്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പോൾ സമയം ഏകദേശം 9:15 ഇനിയിപ്പോൾ നമുക്കൊരു 2.5 മണിക്കൂറിനകത്ത് യാത്ര വന്നിട്ടുണ്ട്. നമ്മൾ 11:45 കഴിക്കണം. പക്ഷെ ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും ഒരു 1:30-2 മണിയാവും. നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തിനാണ് നമ്മുടെ സ്ഥലം? അതായത് കാണിച്ചു കൊടുത്താൽ അതുകൊണ്ടാ അഗ്നിക്കോട്ട് അത് കാണിച്ചു കൊടുക്കും. അതിനെ കാണിക്കും. ഇപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മുടെ റിസോർട്ടിലെ ആൾക്കാരുടെ തന്നെ വേറൊരു റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് വരെയാണ് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റിസോർട്ട് വരെ നമുക്ക് കാർ അലൗ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവരുടെ ജീപ്പ് വരും. ആ ജീപ്പിൽ കയറി നമുക്ക് മേളിലേക്ക് പോകണം. പിന്നെ നമുക്ക് ജീപ്പിൽ പോകുമ്പോൾ പ്രോപ്പർട്ടി എത്തിയാറുണ്ട്. നമ്മുടെ ജീപ്പിൻ്റെ സാധാരണ റോഡായിരുന്നു, പക്ഷേ അവസാനം ആയപ്പോഴേക്കും നല്ല ഓഫ് റോഡായിരുന്നു. ഇപ്പോൾ അത് ഇതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. താഴത്തേക്ക് നല്ല വ്യൂ ആണ്. നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെറിയ റിസപ്ഷൻ പോലത്തെ സംഭവം, ചെക്കിൻ അതായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. നേരെ ചെല്ലുമ്പോൾ നമുക്കിവിടെ മേളിൽ 3 റൂമാണ് അവൈലബിൾ. താഴത്ത് വരെ ഇവർക്ക് ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്, ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസും ഉണ്ട്. താഴത്ത് നമുക്ക് ബോർഡ് ഗെയിംസ് അങ്ങനത്തെ ഗെയിമുകളുണ്ട്. ഇവർക്ക് തന്നെ 10-24 റൂംസ് ഉണ്ട്. അത് പല പല പ്രോപ്പർട്ടികളിലായിട്ട്. അതിൽ ഫസ്റ്റ് ഞങ്ങളുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വലിയ ബാത്റൂമുണ്ട്. പിന്നെ ചെല്ലുമ്പോൾ തന്നെ ഒരു വിശാലമായൊരു ബെഡ്റൂം, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിണ്ണം വ്യൂ എന്ന് പറഞ്ഞാൽ അന്മാതിരി രസമുള്ള വ്യൂ ആണ്. നമുക്ക് ശരിക്കും കാറ്റൊക്കെ ആസ്വദിക്കാം. രാവിലെയൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറഞ്ഞത്. നല്ല വ്യൂവും ഇതാണ്. രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ നേരെ കുറച്ചൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പൂളുണ്ട്. അതാണ് നമ്മുടെ പൂള്. അപ്പോൾ ഞങ്ങൾക്ക് പൂളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പൂള്. നമ്മുടെ റൂം അവിടെയാണ്. ആ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞ പൂളാണ്, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നല്ല വിശാലമായൊരു പൂളാണ്. അങ്ങനെ നമ്മുടെ റിസോർട്ടിലത്തെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കണ പാർക്കിങ്ങിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാഞ്ചാലിമേട് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് വരാം. ഇതാണ് നമ്മൾ വന്ന ജീപ്പ്. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാലത്തന്ന് ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണൊരാൾ മരത്തിൻ ഒത്തിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ. ഒത്തിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് നമ്മുടെ ഐസ്ക്രീം കഴിച്ച് ടൂർ അവസാനിപ്പിക്കണേ. Bye.
വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.